ഒരുപക്ഷേ നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ള തൂവെണ്മയാർന്നിട്ടുള്ള ലില്ലി പൂക്കളായിരിക്കാം. എങ്കിലും അവർ നിങ്ങളെ തിരഞ്ഞെടുക്കില്ല. കാരണം എന്താണെന്നറിയോ? അവർക്ക് വേണ്ടത് കടും ചുവപ്പുള്ള റോസാപ്പൂക്കളാണ്. ആളുകൾ നിങ്ങളെ ഒഴിവാക്കുന്നത് നിങ്ങൾ മോശമായതുകൊണ്ടൊന്നല്ല. അവർക്ക് വേണ്ട എന്തോ ഒന്ന് നിങ്ങളിലില്ല. ഇനി നിങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല. അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ജെ.കെ. റൗളിംഗ് പടുത്തുയർത്തിയ ഹാരി പോട്ടർ എന്ന ബ്രാൻഡിന് കാരണമായിട്ടുള്ള നോവലിനെ 12 പ്രസാധകർ തള്ളിക്കളയില്ലായിരുന്നു. തോമസ് ആൽവ എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫിസിക്സിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ അമ്മയോട് ഗുരുനാഥ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകനെ പഠിക്കാൻ ബുദ്ധിയില്ല, അതുകൊണ്ട് അവനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റണം. ഇന്ന് ഇതുവരെ എത്ര തലമുറകൾ തോമസ് ആൽവ എഡിസനെ കുറിച്ചിട്ട് പുസ്തകത്താളുകളിൽ പഠിച്ചു? നിന്റെ എഴുത്തുകൾക്ക് യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഇത് വെറും കടലാസ് പേപ്പറുകൾ മാത്രമാണ്. പറഞ്ഞത് ആരെക്കുറിച്ചിട്ടാണെന്നറിയോ? ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളെ കുറിച്ചിട്ടാ. ഇന്ന് ഇവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? ഇവരെ വിമർശിച്ചവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? ഇതാ പറഞ്ഞത്, ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നോ അത് നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കർമ്മനിരതരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രവർത്തിക്കാൻ സജ്ജരാണ് എന്നുണ്ടെങ്കിൽ, കാലങ്ങൾക്കപ്പുറം നിങ്ങൾ ആരാണെന്ന് ലോകം അറിയുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു ഓൾ.